പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ സ്ഥലം എവിടെയത്? പരിമല, മാന്നാർ പരിമല അല്ലേ? നാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അച്ഛൻ്റെ പേര് കൃഷ്ണൻ. അച്ഛന് വലിയൊരു ആഗ്രഹം എൻ്റെ ഇതിലൂടെ ഒരു പാട്ട് പാടണമെന്നല്ലേ. അപ്പം അച്ഛൻ പഴയ പാട്ടുകാരനെന്ന് അറിഞ്ഞു. അച്ഛനൊരു പ്രത്യേകത ഉണ്ട്. ഇത്രയും പ്രായം, എത്ര വയസ്സായി? 63 വയസ്സ്. അച്ഛനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, അച്ഛന് ഉള്ളൊരു ചെറിയൊരു കുഴപ്പം വെച്ചാല് വരികൾ അല്ലേ ഒന്ന് ഓർത്തിരിക്കുന്നില്ല. പ്രായമുണ്ട്. പിന്നെ വേറൊന്നുകൂടെ ഉണ്ട്, ഒരു പാട്ടിനിടക്ക് 2-3 പാട്ടുകൾ അങ്ങ് പാടും. അങ്ങനെ പ്രശ്നമുണ്ട്. എങ്കിലും അച്ഛൻ്റെ ആഗ്രഹമാണ്, അച്ഛൻ പാടുകയാണ്. അപ്പം പാട്ടിന്റെ വരികൾ മറന്നു പോയാലും ചിലപ്പോൾ വേറെ പാട്ട് കയറി വന്നാലും എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അത് സ്നേഹത്തോടെ സ്വീകരിക്കണം, അച്ഛനെ പ്രോത്സാഹിപ്പിക്കണം, അഭ്യർത്ഥിക്കണം. അപ്പൊ തുടങ്ങാം. ഓക്കെ. തൊട്ടുടുത്തെത്തുന്ന പൗർണമയാൽ നിന്നെ തൊട്ടുടത്തും പുലർവേളയായി മായാത്ത വർണ്ണ സന്ധ്യയായി നിന്റെ മാറിലെ മാലയ സുഗന്ധമായി സുസ്മിതേ നീ വന്നു. ഞാൻ സുസ്മിത നേർത്തനായി നിന്നു, പുളിയിലെ കരയുള്ള ഉടവ ചുറ്റി ചന്ദന കുളിർ തൊട്ടു ചാത്ത്. വേറൊരു പാട്ട് പാടിക്കാൻ ശിലയായി പറയുന്നില്ല, കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും ഞാൻ. കല്യാണരൂപനാകും കണ്ണന്റെ കരളിലെ കവർന്നരാധികയെ പോലെ, കവർന്നരാധികയെ പോലെ. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ, ഇലയായ പിറവിയുണ്ടെങ്കിൽ കൂവളത്തിലയായി തളിർക്കും ഞാൻ. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ. ഞാന് കല്യാണം കഴിക്കുമ്പോഴേ അമ്പലപ്പുഴ കല്യാണം കഴിച്ചത്, ആലപ്പുഴ വാലിയിൽ. അപ്പൊ അങ്ങനെ ഞാന് അത് ചെങ്ങാടത്തിന്റെ കയറി വരുന്നത്. അപ്പൊ അവള് കരയുക. അപ്പൊ ഞാനൊരു പാട്ട് എഴുതി വെച്ചു മനസ്സിലെ. സ്നേഹത്തുമ്പി യാലില്ലേ കൂടെ കരയാതെന്നാരോമൽ തുമ്പി, നീയില്ലെങ്കിൽ ഞാനില്ലേ കൂടെ കരയാതെന്നാരോമൽ തുമ്പി. ഓരോ ജന്മത്തിൻ കടം കൂട്ടാൻ നീ വന്നു. ഡിസംബർ എന്ന സിനിമയിലെ പാട്ടാണ്. അച്ഛൻ വെറുതെ പറഞ്ഞാണ്, എങ്കിലും മനോഹരമായി പാടി. അപ്പൊ അത് പിന്നെ ഇവിടെ അപ്പം ഓരോ ദിവസം 100 രൂപ നിന്റെ കയ്യിൽ ഞാൻ തന്നു, എന്നിട്ടും പിന്നെ ഇത്രയും കടം കൂടി വച്ചു. ഇൻസ്റ്റാൾമെന്റ് കാരു വന്നു, നൈറ്റിക്കാരു പിന്നെ വന്നു, വൈകിട്ടും പിന്നെ 100 രൂപ ചോദിച്ചില്ലേ നീ തുമ്പി. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്റെ പൊന്നെ. ഞാനത് പാടി നിർപ്പഴേ അതിന് പാരടി എഴുതിയല്ലേ, ഗംഭീരമായിട്ട് എഴുതി, ഗംഭീരമായിട്ട് പാടി. ഒരു കണ്ടുമുട്ടി ഇങ്ങനെ ഒരു വേദിയില് നമ്മള് ഒരു സാഹചര്യം ഒത്തതില് ഞാന് നമ്മളെ എന്നോടല്ല നന്ദി പറയേണ്ടത്, ഈശ്വരോട് നന്ദി. അപ്പൊ ഞാൻ 1922 പാട്ട് പാടി, സുഖമൊരുമിതെന്ന് പാടി ഞാൻ പക്ഷി പഠിച്ചാണ് SS സ്കൂളില്. അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. ഇനിയും ഞാൻ ഒന്നുകൂടെ വരാം. പ്രിയ പ്രേക്ഷകര് കൃഷ്ണനച്ഛന്റെ പാട്ട് സ്വീകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.